കാരണം ഒരു മുഅ്മിൻ അവന്റെ ഖൽബ് എപ്പോഴും കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. അത് ഖബറിലെത്തിയാൽ പോലും ആ ഒരു കാര്യത്തിൽ നിന്ന് ഉത്തരവാദിത്തം അത് ഒഴിവാകാതെ അവന്റെ ബാക്കിയുള്ള കാര്യത്തിൽ വലിയ പ്രയാസമായിരിക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം സ്വഹാബികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ കടമുള്ള ഒരു മയ്യത്തിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ നിസ്കാരത്തിൽ നിന്നും മാറി നിൽക്കുക. സ്വഹാബികൾ ചോദിച്ചു എന്താണ്? അപ്പൊ ഈ വ്യക്തിക്ക് കടമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു സ്വഹാബി വന്ന് ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചത് എന്നാണ്. അപ്പൊ അത്രയും ഗൗരവമുള്ള കാര്യമായത് കൊണ്ടാണ് മരണപ്പെട്ടതിന് ശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട അവർക്ക് കടവുമായി ബന്ധപ്പെട്ട വല്ല കാര്യമുണ്ടോ അത് അവരോട് കൃത്യമായി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. അത് ഏറ്റവും ആദ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ടത് അവരേറ്റവും അടുപ്പക്കാരായ കുടുംബക്കാരാണ്. ഒരു ഉപ്പയാണെങ്കിൽ മക്കളാണ്, ഉമ്മയാണെങ്കിൽ മക്കളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇങ്ങനെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, കടവുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ, ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം. ഇനി വല്ല